രാവിലെ ഇങ്ങനെ ഒരു ട്രക്കിംഗ് എടുക്കുന്നത് നൈസ് ഒരു വൈബാണ് കേട്ടോ. ഈ ഒരു മല നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ മലയിൽ മരങ്ങൾ വളരെ കുറവാണ് കേട്ടോ. ഫുള്ള് ഇതുപോലത്തെ പുല്ലുകൾ മാത്രമാണ് ഉള്ളൂ. നമ്മൾ ഈ ഒരു ടൈം വന്നുകൊണ്ടാണ് ഇവിടെ ഫുള്ള് ഡ്രൈ ആയിട്ട് കിടക്കുന്നത് കേട്ടോ. അങ്ങോട്ട് പോകണോ? ഇവിടെ മറ്റേ മല കയറിയിട്ട് ജീപ്പ് പാർക്ക് ഇവിടം വരെ എത്താം. വൈകിട്ട് കറക്കി 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 അവിടെ നോക്കി. ഇങ്ങനെ നമ്മുടെ ഉളിപ്പുണി മലയുടെ ടോപ്പിൽ എത്താറായിട്ടുണ്ട്. ഒരു സാധനം അങ്ങ് ഉരുട്ടി വിടാൻ പോവാ. ഇത് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ആ ഒരു ഫാം ഹൗസിൻ്റെ അവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണോ. അപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മൾ ഇന്നലെ സ്റ്റേ. അപ്പം ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതിനകത്ത് പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഫാം ഹൗസ് ആണ്. അപ്പോൾ പേരെന്ന് പറഞ്ഞാൽ വാഗമൺ ഹ്യൂ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അതെ നമ്മൾ രാവിലെ ഒരു ഏകദേശം ടൈം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പ്, തണുത്ത കാറ്റത് നോക്കി. ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ അവിടെ ഒരു കുളമൊക്കെ ഉണ്ട്. ആ കുളത്തിനകത്ത് നമുക്ക് കയാക്കിങ് ഒക്കെ ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ എണീറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉളുപ്പുണി ഹില്ലിലേക്ക് ഒരു ട്രക്കിങ് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. സാധാരണ അങ്ങോട്ട് ജീപ്പ് സർവീസ് ഒക്കെയാണ് ഉള്ളത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. നമ്മുടെ വണ്ടി കൊണ്ട് എന്നമാതിരി സൗണ്ട് കൊണ്ടിക്ക് തണുത്ത നൈസ് കാറ്റില്ല. സൗണ്ട് ഇല്ല, ഭയങ്കര ഓർഡർ സൈലൻസർ ഇല്ലേ? മറ്റേ മാപ്പ് കൊടുക്കണം. മാപ്പ് ഹില്ല്. അയ്യോ, ഇതാരും ഇങ്ങനെ കയറ്റിട്ടെ. നമ്മളവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്റർ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് ചായ കുടിക്കാനായിട്ട് നിർത്തി കേട്ടോ. അപ്പോൾ ഇവിടെ റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ ചായക്കടകളുണ്ട് കുറേ. സമയം ഒരു 7:30 ആകുന്നേ ഉള്ളൂ കേട്ടോ. കണ്ടുണ്ട്, ക്യാഷ് ഉണ്ട്. ഇപ്പൊ ചായ ഉണ്ടോ ചേട്ടാ? 3 ചായ 2 കാപ്പി, ബ്ലാക്ക് കോഫി ബാക്കി. അല്ല, എനിക്ക് ചായ 4 ചായ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചായയും കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഉളുപ്പുണി ഹില്ലിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഉളുപ്പുണിയിലെ ആ ഒരു ഹില്ല്. ഇതിന് മുമ്പ് തന്നെ ഇവിടെ എത്തിപ്പെടാനായിട്ട് അത്യാവശ്യം ചെറിയ റോഡ് കൂടെ ദൂരം വരണം. അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു ഹില്ലിലേക്ക് കയറാനുള്ള ഒരു റോഡ് ഇങ്ങനെ വരുന്നത് കേട്ടോ. ആക്ച്വലി ഉളുപ്പുണി ആ ഒരു ജംഗ്ഷനിൽ നിന്ന് ജീപ്പ് സർവീസുകളാണ് ഫുള്ള് ഈ ഒരു ഹില്ലിലേക്ക് കൊണ്ടുപോകാനും അവിടുത്തെ ആ പരിസരങ്ങൾ ഫുള്ള് ചുറ്റി കാണിച്ച് 3-4 സൈറ്റിങ്ങും എല്ലാം കാണിച്ച് നമ്മളെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ ഒരു ജീപ്പ് സഫാരി എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടെയൊക്കെ ഫുള്ള് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഇത് നമ്മൾ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇതിലെ പോവുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ റൂട്ട് വന്നതുകൊണ്ടോ. മല ഫുള്ള് അത്യാവശ്യം ഡ്രൈ ആയിട്ട് തന്നെ എല്ലാം ഉണങ്ങിക്കിടക്കുവാണ് കേട്ടോ. പച്ചപ്പും അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ. ഇവിടെ പച്ചപ്പൊക്കെ ഉള്ള ടൈമാണ് ഫുള്ളൊരു പച്ചപ്പും മയവും ഫോഗും ഒക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നപ്പോൾ ഫുള്ള് ഡ്രൈ ആയിട്ട് കിടക്കുക. നമ്മളിപ്പോൾ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉളിപ്പുണി മലയുടെ ടോപ്പിൽ എത്താറായിട്ടുണ്ട്. പോട്ടെ പോട്ടെ. ഈ കട്ട ഓഫ് റോഡൊക്കെ ഞങ്ങൾ ബുള്ളറ്റ് കയറി വന്നിട്ടുള്ള ഇതിൽ കയറി ഇവിടെ. നമ്മൾ വണ്ടി കൊണ്ട് നിർത്തിയേക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്കും കുറേ മലകളുണ്ട്. അതിലെ ചെറിയ വഴികളുണ്ട് കേട്ടോ. അതിൽ ഇറങ്ങി വേണേൽ നമുക്ക് തൊടുപുഴ ആ സൈഡിലേക്ക് പോകാനായിട്ട് സാധിക്കും. അത് നല്ല ഓഫ് റോഡായിട്ട് കിടക്കുന്ന റോഡാണ്. ഇട്ടുപൊളി കാറ്റോട്ടോ അവിടെ. വണ്ടി കിടന്ന് കറങ്ങിയോ? കറങ്ങി കഴിഞ്ഞാൽ കയറത്തില്ല. അങ്ങനെ വണ്ടി തന്നെ കയറി വന്നു. ആശ്രേഷ് ആ കയറ്റമാണ്. ആശ്രേഷ് ഒന്നുമില്ല. ഫസ്റ്റിലേക്ക് ഇട്ടിട്ട് വെറുതെ അവിടെ ഇരിക്കുവായിരുന്നു. തന്നെ പോവാ വണ്ടി. ആ ഒരു മലയുടെ മുകളിലേക്ക് നമുക്ക് ട്രക്ക് ചെയ്ത് കയറണം. കൊണ്ടുവന്ന വണ്ടിയൊക്കെ ഇവിടെ വരെ വരാനായിട്ടോ പറ്റുള്ളൂ എന്തായാലും. ബാക്കി നമുക്ക് നടന്നു തന്നെ കയറണം കേട്ടോ. എടി ഇതിന്റെ മേളിൽ നിന്ന് അങ്ങോട്ടേക്ക് എന്റെ മേളിൽ കയറി കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഈ കാണുന്ന വഴിയാണ് നമുക്ക് കുറച്ചങ്ങ് മേളിലേക്ക് പോകണ്ടേ. അത് കഴിഞ്ഞിട്ട് നല്ല വലിയ മലകളൊക്കെ കയറാനായിട്ടും ഉണ്ട് കേട്ടോ. ഈ റോഡ് ഫുള്ളിങ്ങനെ മണലായിട്ട് കിടക്കുവാണ്. അതുകൊണ്ട് തന്നെ സ്ലിപ്പാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കയറിയിട്ട് നമുക്ക് വേറൊരു മലയും കൂടെ കയറി കഴിഞ്ഞാലാണ് ഈ മലകളുടെ ഏറ്റവും ടോപ്പിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. നമ്മൾ ഈ കയറി പോണ ഇതിലെ ജീപ്പൊക്കെ കയറിപ്പോയേക്കുന്ന പാടൊക്കെ ഉണ്ട്. അത് പണ്ട് പോയതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ ഒന്നും ഇതിലെ ജീപ്പൊന്നും വിടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ നടന്നു പോകുന്ന വഴിക്ക്. പക്ഷേ ഈ മലയുടെ മേളിലേക്ക് ജീപ്പ് വരും. അത് വേറെ റൂട്ടാണ് വരുന്നത്. എന്തായാലും രാവിലെ ഇങ്ങനെ ഒരു ട്രക്കിംഗ് എടുക്കുന്നത് നൈസ് ഒരു വൈബാണ് കേട്ടോ.
രാവിലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന് മാത്രം വെയിലൊന്നും ഇവിടെ കിട്ടൂല. ഈ ഒരു മല നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ മലയിൽ മരങ്ങൾ വളരെ കുറവാണ് കേട്ടോ. ഫുള്ള് ഇതുപോലത്തെ പുല്ലുകൾ മാത്രമാണ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ മഴ പെയ്താലോ വെയിലാണെങ്കിലോ ഫുള്ള് എന്താണോ അതിൻ്റെ എക്സ്ട്രീം നമ്മുടെ ബോഡിയിലേക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ട്രക്കിംഗ് ഒക്കെ എടുക്കുവാണെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ഒക്കെയാണ് ഇവിടെ വരാവുള്ളൂ. ഉച്ചയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെയിലിൻ്റെ ടൈം ആണെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. ഈ വഴിയില്ല, അല്ല അതില് കട്ട് ചെയ്ത് കയറത്തില്ല. അപ്പോൾ നമ്മൾ മല കയറി അത്യാവശ്യം പകുതിയായിട്ടുണ്ട്. നമ്മുടെ കൂടെ തന്നെ സൂര്യനും ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പം രാവിലത്തെ ആ തണുപ്പും പിന്നെ സൂര്യൻ്റെ ആ ചൂടും കൂടെ ആകുമ്പോൾ നല്ലൊരു കിടില ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഈ വഴിയൊക്കെ ഫുള്ള് നേരത്തെ ജീപ്പുകളൊക്കെ കയറി ജീപ്പിൻ്റെ ടയറിൻ്റെ കുഴികളും ഒക്കെ ആയിട്ടുള്ള ഒരു പാത്തിക്കോടെയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. ശ്രമം എങ്ങനെയൊക്കെ മടുക്കാവോ? വാ ഇങ്ങോട്ട്, ഇത് എത്തിപ്പിടിച്ചിട്ട് കയറിക്കോ. ആ ബെഡ്ഷീറ്റിങ്ങോ? അയ്യോ, കഴിഞ്ഞ ഇത് മേളെത്തി. അവിടെ നമ്മൾ വണ്ടി ഇട്ടിട്ട് അത് കയറി 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 ഇവിടെ എത്തിയേട്ടാ. ഇതേപോലത്തെ പുല്ലുകളാണ് ഉൾപ്പണിയുടെ പ്രത്യേകത. പുല്ലുകൾ മാത്രമുള്ള മരമാണ്. ഇപ്പം ഏകദേശം എല്ലാം കരിഞ്ഞു കിടക്കുക. ഇപ്പം നൈസായിട്ട് ഓടി കയറി കയറ്റാ. എൻ്റെ ഇതാ നോക്കി, ഇതാണ് അതിൻ്റെ ടോപ്പ്. അതാണ് ടോപ്പ്. അതിലെയാണ് ജീപ്പ് സർവീസൊക്കെ എടുക്കുമ്പോൾ ആ റൂട്ട് കയറിയത്. സർവീസ് എടുത്ത് അങ്ങോട്ട് പോകണോ? ഉണങ്ങി കിടക്കൂട്ടോ ഏരിയ ഫുള്ള്. പുല്ലെല്ലാം ഉണങ്ങി മഴ പെയ്ത് കോടയൊക്കെ വന്ന ടൈമാണെങ്കിൽ ഫുള്ള് പച്ചപ്പുണ്ട് ഏരിയ. കിട്ടൂട്ടോ മരങ്ങൾ കിടക്കണം അടിക്കി അടിക്കി വെച്ചേക്കുന്ന പോലെ. നമ്മൾ ഒരു മലയുടെ ഏറ്റവും ടോപ്പിലെത്തി. അവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു മലയുടെ അപ്പുറത്തെ സൈഡിൽ വ്യൂ കിട്ടും. അല്ല ഇപ്പോട്ടെ മറ്റേ മല കയറിയിട്ട് ജീപ്പുകാർക്ക് ഇവിടം വരെ എത്താം. അതായിട്ട് കറക്കി 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 വലിയൊരു കിണറിൻ്റെ പോലെ ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ജീപ്പിന് പോകാൻ വേണ്ടി ഉണ്ട് കേട്ടോ. ഓഫ് റോഡ് വണ്ടികൾക്ക് പോകാൻ വേണ്ടിയുണ്ട്. പക്ഷെ അത് ഗവൺമെൻറ് ഇപ്പം നമ്മുടെ പ്രൈവറ്റ് വണ്ടികളൊന്നും അലോ ചെയ്യില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ ഏതോ ന്യൂസിലെന്തോ കണ്ട്. ഇപ്പം ഇവരുടെ ജീപ്പ് സർവീസ് എടുത്തിട്ട് വേണം ഇതിൻ്റെ മുകളിലേക്ക് വരാനായിട്ട്. അല്ലേ പിന്നെ നടന്നു വന്നു. അവിടെ ഇരുന്ന് നോക്കി ആ ഒരു ഏരിയയൊക്കെ അടിപൊളി കേട്ടോ. ഇതിപ്പം ഞങ്ങൾ രാവിലെ ഏർലി മോർണിംഗ് നൈസായിട്ട് ഇറങ്ങിക്കൊണ്ട് മാത്രമാണ് നമുക്ക് അത്യാവശ്യം നല്ല കാറ്റും തണുപ്പും അതോടൊപ്പം കേട്ടോ സൂര്യനെയും കയറി വന്നപ്പോൾ അതിൻ്റെ ചൂടും കിട്ടി. നമ്മൾ വേർത്തിട്ടേ കേട്ടോ, നല്ല തണുപ്പുണ്ട്. ഉച്ചക്കൊന്നും ഇങ്ങോട്ടേക്ക് വന്ന ആരും പ്രതീക്ഷിക്കുകയേ വേണ്ട കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ ഇതേപോലത്തെ പുല്ലിൻ്റെ മലകളാണ്. ഒരു മരം പോലും ഇല്ല കാര്യമായിട്ട്. ചില അങ്ങേ സൈഡിൽ ഇങ്ങേ സൈഡിൽ മരം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് വെയിലോ മഴയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറി നിൽക്കാനൊരു തണലോ അങ്ങനത്തെ ഒന്നുമില്ല. അത് തന്നെയാണ് ഈ മലയുടെ ഒരു ലുക്കും കിട്ടുന്നത്. ഇരുവിഴപ്പൂഞ്ചിറയിലെ മലയില്ല അതേപോലത്തെ. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ മലയുടെ ആ ഒരു ഇരിക്കുന്ന രീതിയും ആ സ്ട്രക്ചറും ഒക്കെ എൻ്റേത് ഡിഫറൻ്റാണ്. ഞാൻ പണ്ട് വന്നപ്പോൾ ഇവിടെ ഫുള്ള് പച്ചപ്പായിരുന്നു. പച്ചപ്പും കോടയൊക്കെ ആയിട്ട് കിട്ടുമായിരുന്നു. പക്ഷെ ഇന്ന് ഇത് കണ്ടോ, ഇവിടെ കുറേ ഇവരിങ്ങനെ കത്തിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. പുല്ല് ചൂട് കൂടി കത്തിച്ച് വിട്ട് ഇങ്ങനെ ഉണക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് സീസണൊക്കെ ആകുമ്പം നല്ല പച്ചപ്പായിട്ട് വന്നു. അവിടെ വന്ന് ഇവിടെ
തൊട്ടടുത്ത് നിൽക്കുന്നവരെ കാണാൻ പറ്റാത്ത രീതിയിൽ കോട വന്ന് മൂടുന്ന സ്ഥലമാണ്. ഈ മുമ്പിൽ പോകണ എൻ്റെ നിഴലാട്ടോ. ഫോറസ്റ്റിൻ്റെ ഒരു അതിർത്തിയിൽ വെക്കുന്ന ജണ്ടയിലാണ് ഞാനിപ്പോൾ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ രാവിലെ ഇങ്ങനെ കയറിയിരിക്കാൻ നല്ല സുഖമാണ്. ഒപ്പം അത്യാവശ്യം വെയിലടിച്ച് നല്ല ചൂടും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തായാലും വേഗം പോകണം. വെയിലിൻ്റെ ചൂട് അത്യാവശ്യം നല്ലപോലെ കൂടി വരുന്നുണ്ട്. ഇവിടെയൊക്കെ കയറി ഇരുന്നിട്ട് ഫുള്ള് ചുറ്റി നോക്കിക്കഴിഞ്ഞാൽ നോക്കി ആ മലകളുടെ ആ ഒരു സൗന്ദര്യവും ലുക്കും കാര്യങ്ങളൊക്കെ നല്ല കിടുവല്ലേ. ഇവിടെ നമ്മൾ ഈ ഒരു ടൈം വന്നുകൊണ്ടാണ് ഇവിടെ ഫുള്ള് ഡ്രൈ ആയിട്ട് കിടക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫുള്ള് ഫോഗായിരിക്കും. ഫോഗും തണുപ്പൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു സൈറ്റിങ് പോലും നമുക്ക് മര്യാദയ്ക്ക് കാണാൻ പറ്റില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വന്നുകൊണ്ടാണ് നമുക്ക് ഇതേപോലത്തെ സൈറ്റിങ് കിട്ടിയത്. എങ്ങനെ വേണേലും വരാം. ജീപ്പ് സർവീസ് എടുത്തിട്ട് വരുന്നതാണ് നല്ലത് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വണ്ടി കൊണ്ട് ഇങ്ങ് വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ മേളിൽ കയറി ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ട് നമ്മളിനി നേരെ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇവിടെ കയറുന്നേക്കാളും ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിൽ ഏരിയയിൽ നിന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങുന്ന കേട്ടോ. ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടി. അതും ഇതേപോലെ ഇങ്ങനെ സ്ലിപ്പറി ആയിട്ടുള്ള മണൽത്തരികളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ നമുക്ക് പിടിച്ചിറങ്ങാനാണെങ്കിലും ഈ പുല്ലുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് വേറെ സപ്പോർട്ട് കൊടുക്കാനായിട്ട് വേറെ ഒന്നുമില്ല കേട്ടോ. ഒരു സാധനം ഉരുട്ടി വിടാൻ പോവാ. അത് ഇത്ര നേരം പുലിയുടെ കഥയും പറഞ്ഞിരുന്നത്. നമ്മൾ ആ മെയിനായിട്ടുള്ള വലിയ മല ഇറങ്ങി താഴെ വന്നു കേട്ടോ. ഇവിടെ നിന്ന് ഇനി കുറച്ചും കൂടെ ഉള്ളൂ, വലിയ ടാസ്ക് ഇല്ല. വെള്ളാരം കല്ലുകൾ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. കല്ല് ഇതിലെല്ലാ കല്ലുകൾ ഫുള്ള് കത്തിച്ചുകൊണ്ട് ഇവിടെ കരി പിടിച്ചിരിക്കുന്നല്ലോ. അവിടെയൊക്കെ ഫുള്ള് വെള്ളാരം. അങ്ങനെ നമ്മുടെ ഉളുപ്പണി മലകയറ്റം കഴിഞ്ഞ് നമ്മൾ മലയുടെ ഏകദേശം താഴെ ചെറുതായിട്ട് ഈ ഒരു ഇറക്കം കൊണ്ട് ഇറങ്ങിയത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നതിൻ്റെ അടുത്ത് ഉണ്ട്. ഇങ്ങനെ ഫുള്ളിങ്ങനെ തെന്നു. എല്ലാ പൊടിയാണോ? നമ്മളങ്ങനെ ട്രക്കിങ് കഴിഞ്ഞ് നമ്മളങ്ങനെ മലയുടെ താഴെ വന്നു. ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരുന്നത് കേട്ടോ. നമ്മളിനി ഇവിടെ നിന്ന് നേരെ പോവാണ് അടുത്ത ലൊക്കേഷനിലേക്ക്. ഇത് നമ്മുടെ ഹില്ലിലേക്കുള്ള ട്രക്കിംഗ് ആയിരുന്നു. ഇനി ഈ മല ഇറങ്ങി താഴെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റിയ 3-4 സ്പോട്ടും കൂടെ വേറെ ഉണ്ട് കേട്ടോ.
അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ഉളുപ്പണി ഹില്ലിലേക്കുള്ള ഒരു ട്രെക്കിങ്ങും പരിപാടിയൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ